ഒരുപാട് വർഷങ്ങൾ മുമ്പത്തെ കഥയാണ്. എനിക്ക് ഏതാണ്ട് 19-20 വയസ്സ് പ്രായമുണ്ടാവും. എറണാകുളത്ത് കച്ചേരിപ്പടിക്കലുള്ള ഒരു പ്രിന്റിംഗ് പ്രസ്സിൽ ഹെൽപ്പറായി ജോലി ചെയ്യുകയാണ്. ദിവസം 25 രൂപയാണ് കൂലിയായി കിട്ടുക. എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം എൻ്റെ സ്വന്തം നാടായ കോട്ടയത്തേക്ക് ട്രെയിനിൽ കയറി പോകും. എറണാകുളത്ത് നിന്നും കൊല്ലത്തേക്കുള്ള പാസഞ്ചർ 6 മണി കഴിയുമ്പോൾ പുറപ്പെടും. അങ്ങനെ ഒരു ദിവസം ട്രെയിനിൽ കയറാൻ വേണ്ടി കച്ചേരിപ്പടിയിൽ നിന്നും എറണാകുളം സൗത്ത് ബസ് സ്റ്റോപ്പിലേക്കുള്ള ബസ്സിൽ കയറി. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആലുവയിൽ നിന്നും വൈക്കത്തേക്ക് പോകുന്ന ഒരു KSRTC ബസ്സാണ്, ഓർഡിനറി ബസ്. അതിൽ കയറി. കണ്ടക്ടർ ടിക്കറ്റുമായി വന്നു. എൻ്റെ കയ്യിലുണ്ടായിരുന്ന 10 രൂപ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി കൊടുത്തു. കണ്ടക്ടർ ധിക്കാരത്തോടെ ചേഞ്ച് ഇല്ലേടോ. ഞാൻ പറഞ്ഞു, സാർ ചേഞ്ച് ഇല്ല. ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെ നമുക്ക് സാറെന്നല്ലേ വിളിക്കാവുള്ളൂ. ഒരു പോലീസുകാരൻ എന്ന ഭാവത്തിൽ അദ്ദേഹം വീണ്ടും ആവർത്തിച്ചു, എൻ്റെ കയ്യിൽ ചേഞ്ച് ഇല്ല, കുറച്ച് കഴിയുമ്പോൾ തരാം. ഓ സാർ, കുഴപ്പമില്ല. ബസ് അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. എറണാകുളത്തെ തിക്കിനും തിരക്കിനും ഇടയിലൂടെ ബസ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഇടയ്ക്ക് 1-2 സ്റ്റോപ്പുകളിൽ ബസ് നിർത്തി ആൾക്കാർ കയറുകയും ഇറങ്ങുകയും ചെയ്തു. ഇവരിൽ ചിലർക്കൊക്കെ അയാൾ ബാക്കി കൊടുക്കുന്നുമുണ്ട്. ഞാനത് കൃത്യമായി മനസ്സിലാക്കുന്നുമുണ്ട്. പക്ഷെ വീണ്ടും ചോദിക്കാൻ ഒരു മടി. അങ്ങനെ ആ KSRTC ബസ് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള സൗത്ത് ബസ് സ്റ്റോപ്പിലെത്തി. വലിയ തിരക്കുള്ള ബസ് സ്റ്റോപ്പാണ്. ബസ്സിനുള്ളിലെ തിരക്കിനിടയിലൂടെ ഞാൻ പുറത്തേക്കിറങ്ങി. താഴെ നിന്ന് മുകളിലേക്ക് നോക്കി. സാർ, എൻ്റെ ബാക്കി. അയാൾ വീണ്ടും രൂക്ഷമായി എന്നെ നോക്കി. ബസ്സിലേക്ക് ആളുകൾ കയറി തുടങ്ങി. ഏതാണ്ട് അവസാനത്തെ ആളും കയറി കഴിഞ്ഞപ്പോൾ കണ്ടക്ടർ ബെല്ലടിക്കാനായി കയറിൽ കൈവച്ചു. അപ്പോൾ എവിടെ നിന്നോ കിട്ടിയ ധൈര്യം സംഭരിച്ച് ഞാൻ പറഞ്ഞു, സാർ ബെല്ലടിക്കരുത്, എൻ്റെ പൈസ കിട്ടിയിട്ടില്ല, ബാക്കി കിട്ടാനുണ്ട്. അയാൾ പുറത്തേക്ക് നോക്കി. എൻ്റെ കയ്യിൽ ചേഞ്ചില്ല. അപ്പോൾ ഞാൻ ഉച്ചത്തിൽ പറഞ്ഞു, സാർ നുണ പറയരുത്, സാറിൻ്റെ സഞ്ചിക്കുള്ളിൽ ചില്ലറയുണ്ടെന്ന് ഞാൻ കണ്ടതാണ്. സാർ അതൊന്ന് കുലുക്കി കാണിക്കും. കുലുക്കുമ്പോൾ ശബ്ദം കേട്ടില്ലെങ്കിൽ സാർ എനിക്ക് പൈസ തരണ്ട. ഇത്രയും പറഞ്ഞു തീർന്നപ്പോൾ തൊട്ടുപുറകിൽ നിന്ന് വളരെ ശബ്ദത്തിൽ, എടാ നാറി, പൈസയില്ലേ, പോയി തെണ്ടി ജീവിക്കടാ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കൂട്ടത്തിൽ കേട്ടാൽ അറയ്ക്കുന്ന തെറികളുടെ ഒരു ഘോഷയാത്ര. ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. അന്ന് നമ്മൾക്ക് വളരെ അപൂർവമായി മാത്രം കാണാൻ സാധിക്കുന്ന തരത്തിലുള്ള വേഷവിധാനങ്ങളോട് കൂടിയ ഒരു വ്യക്തി. നല്ല തേച്ചു മിനുക്കിയ പാൻറ്റും ഷർട്ടും, ടൈ കെട്ടിയിട്ടുണ്ട്, ഒരു ബ്രീഫ് കേസുമുണ്ട്. ഒരുപക്ഷെ ഒരു 35-40 വയസ്സുണ്ടാവും. വേഷവിധാനങ്ങൾ കണ്ടിട്ട് ഒരുപക്ഷെ ഒരു മെഡിക്കൽ റെപ്പാവാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും വേഷവിധാനങ്ങൾ ഗംഭീരമാണ്, തെറി അതിഗംഭീരവും. കണ്ടക്ടർക്ക് പിടിച്ചു നിൽക്കാനായില്ല. വീണ്ടും അയാൾ ശബ്ദത്തിൽ പറഞ്ഞു, നിന്റെ ബാഗൊന്ന് കുലുക്കടാ. കണ്ടക്ടർക്ക് മറ്റു മാർഗമൊന്നുമില്ല. വണ്ടിയിലുള്ള മറ്റ് യാത്രക്കാരും ബഹളം വെച്ചു തുടങ്ങി. അയാൾ തൻ്റെ ബാഗിനുള്ളിലേക്ക് കൈയിട്ട് നാണയത്തൊട്ടുകൾ വാരി പുറത്തേക്കെറിഞ്ഞു. ഞാൻ അവയൊക്കെ പെറുക്കിയെടുത്തു. നന്ദിയോടെ ആ സുഹൃത്തിൻ്റെ മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ചു. സൗത്ത് റെയിൽവേ സ്റ്റേഷൻ ലക്ഷ്യമാക്കി നടന്നു നീങ്ങി. ഒരുപക്ഷെ ആ കണ്ടക്ടറുടെ ജീവിതത്തിലെ ഒരിക്കലും മറക്കാനാവാത്ത ഒരു അനുഭവമാവും. കാരണം അന്ന് വളരെ അപൂർവമായി മാത്രം കാണാൻ കഴിയുന്ന ടൈ കെട്ടിയ, നല്ലപോലെ തേച്ചു മിനുക്കിയ പാൻറ്റും ഷർട്ടുമിട്ട, ബ്രീഫ് കേസ് പിടിച്ച ഒരു സ്റ്റാൻഡേർഡുള്ള മനുഷ്യൻ്റെ സ്റ്റാൻഡേർഡുള്ള തെറി അതൊരു പക്ഷേ ഒരിക്കലും അയാൾക്ക് തൻ്റെ ജീവിതത്തിലെ മറക്കാനാവാത്ത ഒരു അനുഭവമായിരിക്കും.